ഖദീജ, ഞാൻ നിന്റെ മൈലാഞ്ചി ചെടിയിൽ നിന്നും കുറച്ച് മൈലാഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. കുൽസൂന് കയ്യിലിട്ട് കൊടുക്കാനാണ്. ഉമ്മാനെ കാണണം എന്ന് പോയി പറയുമ്പോൾ എനിക്ക് ഓളോട് പറയാലോ, രണ്ട് കൈയും മൂക്കിനോട് അടുപ്പിച്ച് കണ്ണടച്ച് ഉണർത്താൽ മതിയെന്ന്. അത് നിന്റെ ഉമ്മാൻ്റെ ഓണമാണെന്ന്. ആ പുസ്തകം അവസാനിപ്പിച്ചത് ഈ വരികളിലൂടെയാണ്. നിലക്കാത്ത സ്നേഹത്തിൻ്റെ മാതൃകയാണ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അബൂക്കയും സ്നേഹിക്കപ്പെടുന്നതറിയാതെ മറ്റൊരാളുടെ ഭാര്യയായി ജീവിച്ച ഖദീജയും സ്വന്തം ഭർത്താവിനെ മനസ്സറിഞ്ഞ് മനസ്സിലാക്കിയ ആയിഷയും എന്തിനും ഏതിനും കൂടുനിന്ന മജീദ്ക്കയും കഥയുടെ മാറ്റുകൂട്ടുമ്പോൾ ജീവിതമാണ് പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ മരിച്ചാലും മറക്കാനാകില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ജീവിതം. സത്യമെന്ന് തോന്നിയ ചില വരികൾ. സ്വർഗത്തിലും ഖദീജയെ വേണമെന്ന് ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പടച്ചവനോട് സ്തുതിക്കുന്നു, നമ്മളെ ചേർക്കാത്തതിൽ, എന്നെ ഖദീജയോടൊപ്പം ചേർത്തതിൽ.